അസ്സലാമു അലൈക്കും. ഇന്ന് എൻ്റെ ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ്. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ഇടുക, ഷെയർ ചെയ്യുക. സഫ് ചെയ്യാത്തവരൊന്ന് സഫ് ചെയ്യുക. ആട്ടിറച്ചി കറി വയ്ക്കാനാണ്. ഇത് ആട്ടിറച്ചിയാണ്. പിന്നെ കൊച്ചുള്ളി, സവാള, കരിയാപ്പില. പിന്നെ ഇത് താളിക്കാനുള്ള സാധനങ്ങൾ: ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി. അതിൻ്റെ അടിയിൽ കുരുമുളക് പൊടിയുണ്ട്. ഇനി മസാലപ്പൊടി ചേർക്കും, അത് അവസാനം. വെളിച്ചെണ്ണ വീത്തുകയാണ്. കുറച്ചെണ്ണ മതി. ഇതിനി ഒന്ന് ചൂടാകട്ടെ. ചൂടായിക്കഴിഞ്ഞാൽ ഇത് എല്ലാ പെരുംജീരകം, കറുകപ്പട്ട, ഗ്രാമ്പ് ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് ഇടത്തോളൂ കേട്ടോ. അത് ഇനി ഇതിനകത്ത് ഇടുന്നതെന്ന് പറഞ്ഞാൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ പേസ്റ്റ്. അടച്ച് വയ്ക്കട്ടെ. അടച്ചിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് മഴ പെയ്യുന്നു. രാവിലെ സവാളയും കൊച്ചുള്ളിയും കരിയാപ്പിലയൊക്കെ ഇട്ട് ഇനി ഇതൊന്ന് വാടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇറച്ചി തട്ടുക. ഉള്ളി വാടി ഇനി ഇതിനകത്ത് ഇറച്ചി ഇടുകയാണ്. ഇറച്ചി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇത്തിരി കുരുമുളക് പൊടി ഇടും. മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം കറക്റ്റ് ചെയ്ത് വെച്ച് വേവിക്കും. ആട്ടിറച്ചിക്കറി ഇടിയപ്പമാണ്. രാവിലത്തേക്കും ഉച്ചക്കത്തേക്കും ഒക്കെ ഇത് തന്നെ. നല്ല തേങ്ങ ഇട്ട് ഇങ്ങനെ ഇടിയപ്പം റെഡിയായി. ഇനി കറി വേവാനുണ്ട്. നമ്മൾ എന്തൊരു സാധനം ഉണ്ടാക്കിയാലും ചൂട് വേണമെങ്കിൽ റൈസ് കുക്കർ ഉണ്ടല്ലോ, ചോറ് വയ്ക്കുന്നത്, അതിനകത്ത് വെച്ചാൽ അത് കണ്ട ഈ ഇടിയപ്പം വൈകിട്ട് വരെ എടുക്കാം ഞങ്ങൾക്ക്. നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഇത് ഇറച്ചിക്കറിക്കുള്ള മസാലക്കൂട്ട് ചൂടാക്കുകയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഇച്ചിരി മസാലപ്പൊടി ഇത്ര ഇടത്തോളൂ. തോനെയൊന്നും ഇടത്തില്ല കേട്ടോ. തോനെ ഇട്ടാൽ ഒരു സ്മെല്ലായിരിക്കും. ഇവിടെ ഇടിയപ്പം വെന്തും കൊണ്ടിരിക്കുന്നു. കാണിച്ചു തരാം. ഇടിയപ്പത്തിൻ്റെ ലാസ്റ്റ് വന്നൊരു മാവെടുത്ത് കുളക്കട്ട ഒഴുകി കണ്ട. കറി റെഡിയായി. ഇനി അതിൻ്റെ ബാക്കി കാര്യങ്ങൾ: എണ്ണ ഒഴിച്ച് ഒരു പാനിനകത്ത് ശകലം കടുക്. തോനെയൊന്നും വേണ്ട കേട്ടോ, ഇത്തിരി മതി കടുക്. പിന്നെ അതിന് താളിക്കാനുള്ള കൂട്ടാണ് തേങ്ങാക്കൊത്ത്, കൊച്ചുള്ളി, വറ്റൽമുളക്, കരിയാപ്പില. ഇത് ചായയ്ക്കും പാൽ വെച്ചിരിക്കുക. അത്രയും വേണ്ട, ഇച്ചിരി ജ്യൂസ് അടിക്കാൻ പാലെടുത്ത് വേണ്ട പൊട്ടിക്കിടക്കുന്ന. ഇതെല്ലാം ഇട്ട് കൊടുക്കും. ഞങ്ങൾ എല്ലാ ഇറച്ചിക്കറിക്ക് ഇതേണക്ക് തന്നെ താളിക്കുന്നത് കേട്ടോ. മുളക് പൊടിയുടെ കളറ് കണ്ടിട്ട് ആരും ഒന്നും തോന്നണ്ട, അത് കാശ്മീർ മുളക് പൊടിയാണ്. എരിവ് കുറവാണ്. എല്ലാവരും ഒന്ന് എല്ലാം ലൈക്ക് അടിക്കുക. എൻ്റെ ചാനൽ കണ്ട് എല്ലാ വീഡിയോസും കണ്ടിട്ട് ലൈക്ക് അടിക്കുക, കമൻറ്റ് ഇടുക, ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഒന്ന്. ഇതിനി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് മൂത്ത് വരുന്നുണ്ടോ? ഇതിൽ കൂടുതൽ മൂക്കരുത്, അത് നമുക്കത് ശരിയാവത്തില്ല. ഇനി കറി ഒഴിക്കുക.
അങ്ങനെ കറി റെഡിയായി. കണ്ട, ഇതാണ് ആട്ടിറച്ചിക്കറി ഞങ്ങൾ വെക്കുന്നത് ഇങ്ങനെ. ബാക്കിയുള്ളിടത്ത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ വെക്കുന്ന സ്റ്റൈലാണ് കാണിച്ചത്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എനിക്ക് സപ്പോർട്ട് ആവശ്യമാണ്. ഇതിനകത്ത് ഒന്നും ചേരുവാൻ ഇല്ല കേട്ടോ. ഉപ്പും എല്ലാ സാധനവും കറക്റ്റായിട്ട്. എരിവ് കുറവായി. ഈ കളർ കണ്ടെന്നും പറഞ്ഞ് ആരും പറയേണ്ട. മുളക് പൊടി കലക്കി ഒഴിച്ച് കാരണം ഇത് കാശ്മീർ മുളക് പൊടിയായി. എരിവില്ല, കളർ കുഴപ്പമില്ല. കണ്ടല്ലോ, ഇത് ചായക്ക് ഇടിയപ്പവും പുഴുങ്ങി. ഇനി ഒന്നുമില്ല. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എനിക്ക് സപ്പോർട്ട് ആവശ്യമാണ്.